അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവി. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഏകർ മാത്രമാണ്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ ആരംഭിച്ച നമ്മളൊക്കെ ഒരു ഓട്ടക്കളത്തിലാണ്. പക്ഷെ ഈ ഓട്ടക്കളത്തില് നമ്മൾ ചിലത് പ്രാപിപ്പാൻ വേണ്ടിയാണ് ഓടുന്നത്. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ചിലത് പ്രാപിപ്പാൻ കഴിയൂ. ഇന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് അനേകരും വഴിതെറ്റി മാറിപ്പോയി അനേകരെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിലും പലപ്പോഴും പല അവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. ആയാൽ അത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുക, നിങ്ങൾ പ്രാപിപ്പാൻ തക്കണം ഓടണം. ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങളെ കുറിച്ച് ഓർക്കണം. ആകയാൽ പ്രാപിപ്പാൻ ഓടാ എന്ന പകൽക്കാലം. എന്താ? ദൈവത്തിങ്കിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ. കർത്താവ് നമുക്ക് ചിലത് വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാര് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് പടകടിപ്പിച്ച് വന്നപ്പോൾ കാണുന്നത് അരിമനാഥനായ കർത്താവ് കനലിൽ ചുട്ട അടയുമായി കനലിൽ ചുട്ട മീനുമായിട്ട് ഇനി കരയിൽ കാത്തിരിക്കുക. സ്തോത്രം. നമ്മുടെ കർത്താവ് കരുതുന്നവനാണ്. നമ്മൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ടെന്ന് കർത്താവ്. ഈ കഷ്ടത കഴിഞ്ഞ് നിങ്ങളെ ദൈവം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധിയായി ദൈവം വെച്ചിട്ടുണ്ട്. യോബ് കഷ്ടതയിൽ കൂടെ കടന്നുപോയി. യോബിന്റെ കഷ്ടത കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ വചനം വായിക്കുന്നത് എങ്ങനെയാണല്ലോ, യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ ഇറങ്ങി ഓട്ടം തുടങ്ങിയവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അരുമനാഥനായ കർത്താവ് തിരിച്ചു തരുമെന്ന്. ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ ദൈവം അത് നൽകും എന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. ഇവിടെ പറയുന്നു, പ്രാപിപ്പാണ്ടൊക്കെ ഓടണം. എന്താ? എനിക്ക് ചിലതൊക്കെ ദൈവം എനിക്ക് തരും. ഇന്ന് കഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കഷ്ടത മാറും. ഇന്ന് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും, ദൈവം തരും. ഇന്ന് എനിക്ക് അനാരോഗ്യമാണെങ്കിലും ദൈവം എനിക്ക് ആരോഗ്യം നൽകും. അത് പ്രാപിപ്പാനായിട്ട് വിശ്വാസത്തോടൊന്ന് ഓടിക്കേ, ഒന്ന് ആരാധിച്ചേ, ഒന്ന് ബലപ്പെട്ടേ, ഒന്ന് ദൈവത്തിന്റെ കൃപയിലൊന്ന് ആയിത്തീർന്നേ. ഇന്ന് പകൽക്കാലം എത്ര സന്തോഷമാണ്! ഹൃദയം സന്തോഷം കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ഹൃദയത്തിനകത്ത് വലിയൊരു ആനന്ദം ഉണ്ടാകട്ടെ. ലോകപ്രകാരമുള്ള എന്തിനെങ്കിലും പിറകെ ഓടുവാനല്ല, നമുക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ നമുക്ക് നല്ലത് തരുന്ന ഒരു നല്ല നാഥനായ കർത്താവ് പറയുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കണം ഓടുവീൻ. നമ്മൾ ഓടുക, നമുക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. കിട്ടിയിട്ടല്ല, കണ്ടിട്ടല്ല, കാണാതെ വിശ്വസിക്കുക. കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഓടുക. നമുക്കവിടെ ഒരു കിരീടമുണ്ട്. നമുക്ക് വേണ്ട സമ്മാനങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ച് നമ്മുടെ അരുമനാഥനായ കർത്താവ് കാത്തിരിക്കുന്നു. അത് പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഓടുക. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂ. നിങ്ങൾ ചെല്ലുന്ന ഇടത്തൊക്കെ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തപ്പെടും. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. അതിനായി ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.